CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ചയാകും. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും പ്രാഥമിക ചർച്ചകൾ നടക്കും. വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട്. വിനയ, ഗുഡ് മോർണിംഗ്. CPIM പാർട്ടി കോൺഗ്രസിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണ്. എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട അജണ്ട? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ആതിര. എന്തായാലും മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം ചേർന്ന ആദ്യത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് ചേരുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാവുക. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ, കൂടാതെ തന്നെ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക ചർച്ചകളടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ കൂടി UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും CPM ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. കാരണം UDFിലുള്ള ഈ പടല പിണക്കങ്ങളടക്കം തന്നെ, ഈ രാഷ്ട്രീയത്തിൽ തന്നെയുള്ള രാഷ്ട്രീയ പിണക്കങ്ങളടക്കം തന്നെ അനുകൂലമാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് CPMനുള്ളത്. അതുകൊണ്ട് തന്നെ UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും CPM അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിലമ്പൂരിൽ ആര് മത്സരിക്കും എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന KK രാജേഷ് ഇപ്പോൾ നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് ആരാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാകും. ഒരു രാഷ്ട്രീയക്കാരനാണോ അല്ലെങ്കിൽ മറ്റൊരു ഉന്നത തല ഉദ്യോഗസ്ഥനാണോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. പിന്നീട് അത് മറ്റു അംഗങ്ങളടക്കം അംഗീകരിക്കുകയായിരിക്കും ചെയ്യുക. ഇത്തരത്തിൽ പ്രധാനമായും ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. നിലമ്പൂരിൽ എത്രത്തോളം, അല്ലെങ്കിൽ എങ്ങനെ വിജയിക്കാൻ സാധിക്കും, എങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും, അല്ലെങ്കിൽ പ്രധാന അജണ്ട എന്ന് പറയുന്നത്. മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം ചേരുന്ന ആദ്യത്തെ യോഗമാണ്, CPM സംസ്ഥാന സെക്രട്ടറി യോഗമാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ, പിണറായി വിജയൻ, EP ജയരാജൻ, KK ശൈലജ തുടങ്ങിയവരടക്കം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച. ആതിര. വിനയ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ചർച്ചയാകുമ്പോൾ എപ്പോഴാണ് യോഗം ചേരുന്നത്? അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കും ഏറെ സാധ്യതയുണ്ട്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആരാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നതുമായി ബന്ധപ്പെട്ട ഒരു ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. അതിനൊരു രാഷ്ട്രീയക്കാരനായിരിക്കുമോ, അല്ലെങ്കിൽ ഒരു ഉന്നത തല ഉദ്യോഗസ്ഥനായിരിക്കുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം എന്തായാലും എടുക്കുക മുഖ്യമന്ത്രി തന്നെയായിരിക്കും. മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനമെടുക്കും. പിന്നീട് മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അത് അംഗീകരിക്കുകയായിരിക്കും ചെയ്യുക. കൂടാതെ തന്നെ ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തീയതി ഉടൻ പ്രഖ്യാപിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെ ഒരുക്കങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിലമ്പൂരിൽ ഉള്ള ഒരുക്കങ്ങൾ, കൂടാതെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, UDF ഒരു സ്ഥാനാർത്ഥി ഇറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ CPMനും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഈ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ജനങ്ങളോട് അടുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത്. എന്തായാലും 3 മണിയോടെയാണ് ഈ CPM സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ആതിര. ശരി, വിനയ രാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.